എല്ലാ കൂട്ടുകാരെയും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും വളരെ വിഷമത്തോടു കൂടി അവരുടെ ആ ഒരു ഫീലിങ്സൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ ഓരോ കമൻറ്റിൽ ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു കാര്യം, അവർക്ക് അവരുടെ ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമതകളും ഒക്കെയാണ്. അപ്പോൾ അവരെ കൂടി മുൻനിർത്തിയാണ് ഇന്നൊരു റീഡിങ് ചെയ്യാൻ പോകുന്നത്. അതായത് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തി, അതാരുമാവാം, അവരുടെ ഹസ്ബൻഡാവാം, അവരുടെ ഒരു ലവറാവാം, അവരുടെ പാർട്ട്ണറാവാം, വൈഫാവാം, ഹസ്ബൻഡ് ആരുമാവാം, അവരവരെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ആരുമില്ലാതെ. അപ്പം അവരുടെ ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ അവരെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ വരുമോ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും വ്യക്തിയാണോ കടന്നു വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഇതുപോലെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വരാൻ പോകുന്നത്? അതൊരു പുതിയ വ്യക്തിയാണോ, അല്ലെങ്കിൽ നേരത്തെ അവരെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ തന്നെയാണോ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നത് എന്നാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഒരു പിക്ക് എ പൈൽ റീഡിംഗ് ആണ്. 2 പൈലുകളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ബ്ലൂ പൈൽ, രണ്ടാമത്തത് ഓറഞ്ച് പൈലാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പൈൽ, രണ്ടാമത്തെ പൈൽ. അപ്പം ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ജീവിതം വഴിമുട്ടി ഒരുപാട് കഷ്ടതകളിലൂടെയും വിഷമത്തിലൂടെയും പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വരുന്നത്? അത് നിങ്ങളുടെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്നാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അങ്ങനെ റെസൊണേറ്റ് ആകണമെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്താലേ അറിയാൻ പറ്റൂ. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ നിങ്ങൾ ഇവിടെ എടുക്കാവൂ. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതായത് നെഗറ്റിവിറ്റി ഒന്നും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വരുത്താതിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ജീവിതം വഴിമുട്ടി ഒരു വളരെ ദുർഘട ഘട്ടത്തിലൂടെ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് തിരികെ വരുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ പൈലാണ്. ഇത് രണ്ടാമത്തെ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് പൈലാണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1, 2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള ബ്ലൂ പൈലിൻ്റെ റീഡിംഗ് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പൈലിൻ്റെ നമുക്ക് റീഡിംഗ് എന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. അതൊരു പുതിയ വ്യക്തിയാണോ പഴയ വ്യക്തിയാണോ നോക്കാം. സ്പ്രെഡുകൾ ഇതാണ്, കാണുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. സ്പ്രെഡുകൾ ഇതാണ്. അപ്പോൾ സ്പ്രെഡ് ഇതൊക്കെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ കഴിഞ്ഞ കാലം ഒരു ഇരുണ്ട കാലമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇരുണ്ട യുഗം പോലെയായിരുന്നു. അതായത് നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അതായത് നിങ്ങളുടെ കൂടെ മുൻപുണ്ടായിരുന്ന ആ ഒരു വ്യക്തി. ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു നീതിയും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് അവിടെ ആ ഒരു ബന്ധത്തിൽ ലഭിച്ചിരിക്കുന്നത് കടുത്ത വേദനയും അവഗണനയും മാനസികപരമായിട്ടുള്ള തളർച്ചയും മാത്രമായിരുന്നു. നിങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ബന്ധമായിരുന്നത് കൊണ്ട് തന്നെ, അതായത് കഴിഞ്ഞ കാലത്ത് ആ ഒരു ബന്ധത്തിൽ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്ന അതുതന്നെയാണ്. അവിടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു അവഗണനയാണ് ലഭിച്ചിരുന്നത്, അല്ലെങ്കിൽ വഞ്ചനയാണ് ലഭിച്ചിരുന്നത്. ഇത് നിങ്ങളെ വഞ്ചിച്ച് പോയൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ
കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, അവർ നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വഞ്ചിച്ചു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് അടുത്ത കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ കടുത്ത അവഗണനയും കടുത്ത മാനസിക വേദനയുമാണ് അനുഭവിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് ഒരു നല്ല തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നതെന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഒരു യുഗം അവസാനിച്ച്, ഒരു ഫേസ് അവസാനിപ്പിച്ച്, ജീവിതത്തിൻ്റെ ഒരു ഫേസ് അവസാനിച്ചിട്ട് പുതിയൊരു ഫേസ് തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങൾ മാനസിക വേദന അനുഭവിച്ചു. നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനെ പറ്റി ഒരു ക്ലാരിറ്റി ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി. നിങ്ങളെ വഞ്ചനയിലൂടെ ഒരുപാട് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്, വഞ്ചിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാരിറ്റി ഒരു ബന്ധത്തിനുണ്ട്. അതായത് നിങ്ങളുടെ വിഷമതകളുടെയും നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെയും ആ ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് ഈസ് ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അതായത് നിങ്ങളുടെ പാസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾ വന്നതുകൊണ്ട് തന്നെ, അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്, നിങ്ങളെ ഈ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജോലി കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും നിങ്ങളിപ്പം സ്റ്റേബിൾ ആയതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും അത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിശ്വസിച്ച് കാണും, അവർക്ക് എല്ലാ ദാനം കൊടുത്ത് കാണും, നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട് കാണും, നിങ്ങളുടെ ദാനം, നിങ്ങളുടെ ഭൂമി എല്ലാം അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കാണും. പക്ഷേ ഇപ്പം നിങ്ങൾ സ്വയം പര്യാപ്തരായിട്ടുണ്ടെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് 9 ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം നിരാശ അനുഭവിച്ചോ അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിച്ച്, ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്കൊരു വരുമാനം. ഇപ്പം നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നതാണ്. നിങ്ങളിപ്പോൾ ആ പഴയ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പഴയ ഓർമ്മകളിലൊന്നും അപ്പോഴേക്കും നിങ്ങളത് റൂട്ട് മാറ്റി നിങ്ങൾ പെട്ടെന്ന് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ സ്വയം പര്യാപ്തരായി, നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെയും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തിയാണ് കടന്നു വരാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവസാനിച്ചു എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ബന്ധം എൻഡായി. അതായത് നിങ്ങളും നിങ്ങളുടെ പഴയ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എൻഡായി. ആ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പൈലെടുത്ത ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പുതിയ വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരിക്കും, നല്ല ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിരിക്കും, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും, ശുഭാപ്തി വിശ്വാസം വളരെ അധികമുള്ളൊരു വ്യക്തിയായിരിക്കും. അതായത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യഗൗരവമുള്ളൊരു വ്യക്തിയായിരിക്കും, ഉയർന്ന ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിരിക്കും, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ പോകുന്ന ഒരാളല്ല, താൽക്കാലികമായിട്ടൊരു പീരീഡിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്ന ഒരാളല്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം തരാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളാണ് അവർ. അതായത് ഒരു ഫാമിലി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കാൻ, അതായത് ഈ വരുന്ന പുതിയ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരനല്ല, വളരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയെ നിങ്ങളൊരു യാത്രക്കിടയിലൊക്കെ ആവാം കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആവാം,
നിങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പഴയ ബന്ധത്തിൽ അനുഭവിച്ചോ അതിനൊക്കെ നിങ്ങൾക്ക് പ്രപഞ്ചമായിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കാര്യപ്രാപ്തിയുള്ളൊരു വ്യക്തി. അവർ അത്യാവശ്യം നല്ല സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അവർ സ്നേഹസമ്പന്നനായിരിക്കും. എല്ലാം കൂടെ, അതായത് നിങ്ങൾക്ക് കിട്ടാതെ പോയതെല്ലാം, പഴയ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതെ പോയതെല്ലാം ഈ ഒരു പുതിയ ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ വന്ന് വെറുതെ പോകുന്ന ഒരാളല്ല. ഒരു താൽക്കാലികം ഒരു സമയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡ്യൂറേഷന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളല്ല. മറിച്ചൊരു ദീർഘകാലം, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു മാരേജിലേക്കൊക്കെ പോകുന്ന ഒരു ബന്ധമാണ്. നിങ്ങൾ ഒരുമിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, കല്യാണമൊക്കെ കഴിച്ച്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലായത്. ഒരു ഹാപ്പി ഫാമിലി പോലെ. അതാണ് 10 ഓഫ് കപ്സ് വന്നത്. അതായത് പഴയ കാലത്തെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വേദനകളും ദുഃഖങ്ങളും ഒക്കെ ആ പഴയ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചവറ്റുകുട്ട പോലെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ചവറ്റുകുട്ടയിലേക്ക് നിങ്ങളെ തള്ളിയിട്ടിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കാത്തൊരു വ്യക്തിയാകാം നിങ്ങളുടെ പഴയ വ്യക്തി. പക്ഷേ പുതിയ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു പുതിയ ഒരർത്ഥം നിങ്ങളുടെ ജീവിതത്തിന് പകരാനായിട്ട് വരുന്നൊരു വ്യക്തിയാണ്. നല്ല കാര്യപ്രാപ്തിയുള്ളൊരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായും ഈ ഒരു വ്യക്തി. ഉയർന്ന ലക്ഷ്യബോധമുള്ളൊരു വ്യക്തിയായിരിക്കും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുമെന്നാണ് കാർഡുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് എനിക്കിവിടെ വന്നത് തന്നെ. അപ്പോൾ അതാണ് എനിക്കിവിടെ ഒന്നാമത്തെ പേര് സെലക്ട് ചെയ്തവരുടെ ഒരു ജീവിതത്തിലേക്ക് ആരാണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു പുതിയൊരു സ്നേഹം. നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും, എന്താ ഇവരിങ്ങനെ, ഇനി ഇവരും പഴയ ബന്ധം പോലെ ആയിരിക്കും എന്നൊക്കെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം. കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ തോന്നി, എന്താ ഇതിങ്ങനെ, എന്താണ് എനിക്കിങ്ങനെ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇനി വരുന്നത്. കാര്യം അവർക്ക് വരെ സംശയം വരും അവരുടെ, പക്ഷെ അവരങ്ങനെയാണ്. ആ ഒരു ഓപ്പൺനെസ് കൊണ്ട് അവർക്ക് അതങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതായത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്. അവർ നിങ്ങളെ മനസ്സിലാക്കിയാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ ഒരു പുതിയൊരു ബന്ധം, ഒരു സ്നേഹബന്ധമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ പൈലിൻ്റെ റീഡിംഗ് ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, രണ്ടാമത്തെ പൈലിൻ്റെ റീഡിംഗ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഓറഞ്ച് പൈലുള്ളവരുടെ റീഡിംഗ് ആണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. ഓറഞ്ച് പൈലെടുത്തവരുടെ അല്ലെങ്കിൽ രണ്ടാമത്തെ പൈലെടുത്തവരുടെ ജീവിതത്തിലേക്ക് ആരാണ് വരാൻ പോകുന്നത് നോക്കാം. കാർഡുകൾ ഷഫിൾ ചെയ്തെടുക്കാം. അതൊരു പുതിയ വ്യക്തിയാണോ അതല്ലെങ്കിൽ ഒരു പഴയ വ്യക്തിയാണോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അവിടെ ഒരു 6 സ്പ്രെഡ് എടുക്കാം, 6 കാർഡ്സ് എടുക്കാം. അപ്പോൾ ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. കാണാമല്ലോ അല്ലേ, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്പ്രെഡ് ഇതൊക്കെയാണ്. അല്പം കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന കാർഡ്സാണ് വന്നത്. ആദ്യത്തെ പോലെ അല്ല. കാര്യം ഇവിടെ ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രണയം, അതായത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെക്കാൾ യങ്ങായിട്ടുള്ളൊരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാഷനേറ്റായിട്ട് ഇവിടെ 2 ഓഫ് സോർഡ്സ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ്. ഇപ്പം നിങ്ങളുടെ ലുക്കൊക്കെ മാറി, നിങ്ങൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ അടിമുടി നിങ്ങളിലൊരു മാറ്റം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു മാറ്റം, അതായത് നിങ്ങളിൽ വന്ന ഈ ഒരു മാറ്റം, അതായത് നിങ്ങളുടെ ആ ഒരു ലുക്ക് വൈസ് നിങ്ങളിപ്പോൾ എനർജിയൊക്കെ, അതായത് നിങ്ങളുടെ എനർജി ലെവൽ കൂടിയിട്ടുണ്ടാകും. നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒക്കെ നിങ്ങൾ ഇത് കാണും. അപ്പം നിങ്ങളുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്, നിങ്ങളുടെ ഔട്ട്ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്.
അപ്പം പണ്ട് നിങ്ങൾ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് നിന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ സോഷ്യൽ ലൈഫിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സുഹൃത്തുക്കൾക്കുമായിട്ട് അടിച്ചു പൊളിച്ച്. അതായത് നിങ്ങളുമായിട്ട് നേരത്തെയുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു നിങ്ങളുടെ വ്യക്തി. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ സോഷ്യൽ ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് 3 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ടും കാണുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ പഴയ വ്യക്തിക്കും നിങ്ങളെ വേണമെന്നുണ്ട്, ഒരു പുതിയൊരു സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ തരത്തിലുള്ളൊരു എനർജീസാണ് വന്നിരിക്കുന്നത്. അതുപോലെ 2 ഓഫ് സോർഡ്സ് വന്നത് ഇവിടെ ഒരു ആശയക്കുഴപ്പം നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അതായത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രപഞ്ചം എന്തൊക്കെയോ തീരുമാനിക്കുന്ന പോലെയൊക്കെയുള്ള കാർഡ്സാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. നിങ്ങളെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളിൽ. ഏത് വേണം, എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത. ഈ ഒരു പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. മുൻകാല ബന്ധങ്ങൾ നിങ്ങൾ ഒരുപാട് തടയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി അതായത് മുൻകാല ബന്ധങ്ങൾ നിങ്ങൾ ഒരുപാട് തഴയപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നില്ല. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് പേജ് ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളെക്കാൾ യങ് ആയിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, വളരെ ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷേ കുറച്ചൊരു കോൺട്രഡിക്ഷൻ എന്ന പോലെ ലവേഴ്സ് കാർഡും കൂടെ വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിയും നിങ്ങളോട് ഇപ്പോൾ ഒരു ആകർഷണമുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഔട്ട്ലുക്കൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾ പഴയ കഞ്ഞി ലുക്കൊക്കെ മാറി, നിങ്ങൾ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാനായിട്ട് മാറി. അപ്പോൾ അത് അവരിലൊരു ജലസ് ആക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇപ്പോൾ ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്കും നിങ്ങളോട് ഇപ്പോഴും ആഴത്തിലുള്ളൊരു പ്രണയമുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾക്കിവിടെ ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ള വ്യക്തികളാണ് ഈ ഒരു കാർഡ് എടുത്തവർ, സെക്കൻഡ് ബൈയിൽ എടുത്തവർ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി വരുന്നുണ്ടെങ്കിലും ഇവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതൽ നിങ്ങളുടെ പഴയ വ്യക്തി ആവാനാണ് സാധ്യത കൂടുതൽ. കാര്യം അവർക്കിപ്പോൾ നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് തോന്നുന്നത്, ഡീപ്പായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്. അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട്, ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ വ്യക്തി വരില്ല എന്നല്ല, കുറച്ച് പേരുടെ എനർജിയാണ് ഞാൻ പറഞ്ഞത്. പുതിയ വ്യക്തിക്കും ഒരു സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷേ മജോറിറ്റി ഇത് കാണുന്നവർക്ക് നിങ്ങളുടെ പഴയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. എങ്ങനെയാണ് തിരികെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്, ഒരു ക്ഷമാപണമൊക്കെ നടത്തി ദൃഢനിശ്ചയത്തോടു കൂടി വരുന്നതാണ്. ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തീരുമാനമെടുത്ത് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. ആരെയാണോ ചൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഹൈ പ്രീസ്റ്റസ് വരുന്നത്. നിങ്ങൾ ഇത്രയും കിടന്ന് വിഷമിക്കേണ്ട ഒന്നും കാര്യമില്ല. നിങ്ങളുടെ ജീവിതം കൂടെ മുൻനിർത്തി ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തിയുടെ സ്വാധീനം വരുന്നുണ്ട്, പഴയ വ്യക്തിയും വരുന്നുണ്ട്. അപ്പോൾ ഏത് വ്യക്തിയെ സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരവുണ്ട്. ഇത് ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് 2 ഓഫ് സോർഡ്സ്. ഹൈ പ്രീസ്റ്റസ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അനുഭവിച്ചത് നിങ്ങൾക്കല്ലേ അറിയൂ. അപ്പം നിങ്ങളുടെ ജീവിതം കൂടെ മുൻനിർത്തി നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ കൂടുതലും വരുന്നൊരു എനർജി പഴയ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം നോട്ടമിടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലുക്കിലൊക്കെ ഒരുപാട് പേര് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. അത് പുതിയ വ്യക്തികളുമാവാം, പഴയ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും ഒന്നിലധികം വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നിലധികം ഒരു ഓപ്ഷൻസ് നിങ്ങൾക്കുള്ളതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പഴയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 8 വീക്സിനുള്ളിൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പൈൽ എടുത്തവരുടെ ജീവിതത്തിലേക്ക്
പഴയ വ്യക്തി തന്നെയാണ് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് പേർക്ക് പുതിയ വ്യക്തികളുടെ ഒരു സ്വാധീനമുണ്ട് തീർച്ചയായിട്ടും. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ട് നിങ്ങളുടെ 2 കാർഡിലും. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ കാണുന്ന ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിനായിരിക്കാം അല്ല ഒരു വ്യക്തിക്കായിരിക്കാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നിങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ പേരിൽ കൂടുതലും നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ട് പല വ്യക്തികളിലും. അപ്പോൾ പലർക്കും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്നുണ്ട്. അപ്പോൾ പല പ്രപ്പോസൽസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ കൂടുതൽ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പഴയ വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെയാണെന്നാണ് ഹൈ പ്രീസ്റ്റസ് പറയുന്നത്. അതായത് നിങ്ങൾ ആശയക്കുഴപ്പം ഒന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും എല്ലാത്തിൻ്റെയുമുള്ള ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുപോലെ ഒരു 2 of Swords പോലെ ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു റീഡിങ്. അപ്പം എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊരു പൈൽ റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസണേറ്റ് ആവില്ല ഒരുപോലെ. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. അതുവരെ എൻ്റെ ഒരു റീഡിംഗ് കൊണ്ട് ചെറിയൊരു ഇതിലുള്ള മാറ്റമൊക്കെ ഉണ്ടാകാൻ മറ്റുള്ളവരുടെ ലൈഫിൽ ഉണ്ടാകാൻ കഴിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ കേട്ടോ. അത് അറിയിക്കുകയാണ് നിങ്ങളെയൊക്കെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോയുടെ കൂടെ ചെയ്യാം. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട്, അതും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വൈകുന്നേരം വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്, കണ്ടു നോക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലത് വരും. ഓക്കെ.